സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് നടപടികൾ തകൃതിയായി നടക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ശമ്പള കമ്മീഷൻ വഴി ആയിരിക്കില്ല ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് സർക്കാർ നടപടികൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ശമ്പള കമ്മീഷൻ വഴിയായിരിക്കില്ല ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുന്നത്. മറിച്ച് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സമിതിയെ ചുമതലപ്പെടുത്തും. കമ്മിറ്റിയെ നിയോഗിക്കുന്ന കാര്യം ധനവകുപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. സാധാരണ 10 മുതൽ 14 മാസം വരെ എടുത്താണ് ശമ്പള കമ്മീഷനുകൾ റിപ്പോർട്ട് സമർപ്പിക്കാറുള്ളത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് വരുമെന്നതിനാലാണ് ശമ്പള കമ്മീഷന് പകരം കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഇനി പ്രഖ്യാപനം വേഗത്തിലാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഒന്നാം LDF സർക്കാർ 2019 ഒക്ടോബറിലാണ് 11ാം ശമ്പള കമ്മീഷനെ നിയമിച്ചിരുന്നത്. 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കിയ ശമ്പളം വിതരണവും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 2021 മാർച്ച് മുതലാണ് ശമ്പളം വിതരണം ചെയ്തത്. 2024 ജൂലൈ മുതൽ 12ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത് സംബന്ധിച്ച തീരുമാനം സംസ്ഥാന സർക്കാർ നീട്ടിക്കൊണ്ടുപോയതും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 4 ഗഡുക്കളായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനിയും 2 ഗഡുക്കൾ കൂടി കൊടുക്കാനുമുണ്ട്. കുടിശ്ശികയടക്കം 28% DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ച ശേഷം അതിന്റെ 10% തുക വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിനായി അടിസ്ഥാന ശമ്പളം 1.38 ഫിറ്റ്മെന്റ് ഘടകവുമായി യോജിപ്പിച്ച പുതിയ അടിസ്ഥാന ശമ്പളം എന്ന ഒരു ഫോർമുലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായ ഫോർമുല വെച്ച് ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇക്കുറി കമ്മീഷനെ നിയമിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതും. ശമ്പളത്തോടൊപ്പം തന്നെ അലവൻസുകളിലും വർധന പ്രതീക്ഷിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.